ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. വളരെ ഹെൽത്തി ആയിട്ട് ഗോതമ്പ് വെച്ച് തയ്യാറാക്കുന്ന ഇലയടയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഗോതമ്പ് പൊടിയാണ് നമ്മളിതിന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളമൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിലും നല്ല സോഫ്റ്റായിട്ടും ഇത് റെഡിയാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു നാടൻ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇലയടയ്ക്ക് വേണ്ടി ആദ്യം നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ അച്ച് ശർക്കര ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ഏകദേശം ഒരു 210 ഗ്രാം ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ശർക്കരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ചെറുതായി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അടുത്തതായി ഒരു കടായിലേക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നാളികേരവും ശർക്കരയും ഒക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം വെന്ത് വരുമ്പോൾ ഇതുപോലെ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, ഇത് രണ്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ വെള്ളമെല്ലാം വറ്റി ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇലയടയ്ക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്, ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1.25 കപ്പിന് താഴെ വെള്ളം എടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ലൂസായി ഒരു സ്റ്റിക്കി പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അടുത്തതായി ഒരു വാഴയില ചെറുതായി കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി എടുക്കണം. ഇനി കൈ വെള്ളത്തിൽ നനച്ച ശേഷം കുറച്ച് മാവെടുത്ത് ഇലയിൽ വെച്ച് നല്ലപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം. മാവ് ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് കൈ ഇടയ്ക്കിടെ വെള്ളത്തിൽ നനച്ച് കൊടുക്കണം. ഇനി മാവിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. മാവിൻ്റെ സൈഡിലൊന്നും ആകാത്ത രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇല അടുത്ത സൈഡിൽ നിന്ന് ഇതുപോലൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമറിൽ വെള്ളം നന്നായി തിളച്ച ശേഷം ഓരോ ഇലയടയും ഇതുപോലെ പരത്തി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അട ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നാടൻ ഗോതമ്പ് ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.